സർവകലാശാലയിലെ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന വിഷയങ്ങൾ ഉയർത്തിയാണ് എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരള സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൻ്റെ ഭാഗമായി എസ്.എഫ്.ഐ ഉയർത്തിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർവകലാശാലയുടെ രജിസ്ട്രാറുമായി വളരെ ദീർഘമായൊരു ചർച്ച എസ്.എഫ്.ഐയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും LLB വിഷയമാണ് ഇപ്പോൾ പ്രധാനമായി നിൽക്കുന്ന LLB വിദ്യാർത്ഥികളുടെ ഒരു പ്രതിനിധിയും കൂടി എസ്.എഫ്.ഐയോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു. ആ വിദ്യാർത്ഥിയെ കൂടി ഉൾപ്പെടുത്തി അവരുടെ വിഷയങ്ങൾ നേരിട്ടിപ്പോൾ സർവകലാശാല ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളതുമായ പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലയുടെ വാല്യുവേഷൻ റീവാല്യുവേഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ സർവകലാശാല ഏറ്റവും പാരമ്പര്യമുള്ള സർവകലാശാലയാണ്. എന്നാൽ ഇന്ന് ഈ സർവകലാശാലയുടെ പ്രവർത്തനം ഏറ്റവും കുത്തഴിഞ്ഞ നിലയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് വിവിധ വിദ്യാർത്ഥികൾ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന പരാതിയാണ്. അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങളുടെ ഈ സമരത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, ഒരു വാല്യുവേഷൻ അത് പൂർത്തിയായി കഴിഞ്ഞാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന റിസൾട്ടിൽ ഒരു വിദ്യാർത്ഥി പരാജയപ്പെട്ടാൽ ആ വിദ്യാർത്ഥിക്കുണ്ടാവുന്ന മാനസികമായ സമ്മർദ്ദം, നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയുടെ സമ്മർദ്ദം നമുക്കൊക്കെ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ അധികാരികൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ആ വിദ്യാർത്ഥികൾ സ്വാഭാവികമായി അടുത്ത ഘട്ടം നിലയിൽ ആശ്രയിക്കുന്നത് റീവാലുവേഷനെയാണ്. ഒരു LLB പേപ്പർ റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ട തുക 820 ഒരു പേപ്പറിന് 820 രൂപ. 5 പേപ്പർ ഉണ്ടെങ്കിൽ എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടുക. അങ്ങനെ റീവാലുവേഷൻ ഒരു കുട്ടി അടച്ച് റീവാലുവേഷൻ റിസൾട്ട് കാത്തിരിക്കുമ്പോഴാണ് സപ്ലിമെൻ്ററി എക്സാമിന് ഇവർ വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു വർഷം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന കുട്ടി സപ്ലിമെൻ്ററി എക്സാമിന് അപ്ലൈ ചെയ്യും. സപ്ലിമെൻ്ററി എക്സാമിന് അപ്ലൈ ചെയ്ത് സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ കാത്തിരിക്കുമ്പോഴാണ് റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾ കേരളം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച BA LLB 6ാം സെമിസ്റ്റർ പരീക്ഷയിൽ ആദ്യം യൂണിവേഴ്സിറ്റി പരാജയപ്പെടുത്തിയ 49 പേരാണ് റീവാലുവേഷനിൽ പാസ്സായത്. നിങ്ങളൊന്ന് ആലോചിക്കും, 49 വിദ്യാർത്ഥികൾ നന്നായി പരീക്ഷ എഴുതിയവർ, നന്നായി പഠിച്ചവർ, അവർ പരീക്ഷയ്ക്ക് എഴുതി റീവാലുവേഷൻ നടത്തി അവരെ തോൽപ്പിച്ച് റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ 49 പേർ പാസ്സാവുകയാണ്. അവർ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന്, അവർ ചെലവാക്കിയ തുകയ്ക്ക്, അവർ അനുഭവിച്ച പ്രയാസത്തിന് ഇവിടെ ആരാണ് മറുപടി പറയാൻ പോകുന്നത്? അതിന് ഈ സർവകലാശാല മറുപടി പറയണ്ടേ? ഈ പേപ്പർ നോക്കുന്നവർക്കൊരു ബോധം വേണ്ടേ? പരീക്ഷ പാസ്സായവരാണല്ലോ അധ്യാപകരുടെ ജോലി ചെയ്യുന്നത്. ആ അധ്യാപകരുടെ പരീക്ഷ പാസ്സായവരെ കൊണ്ടാണല്ലോ ഇവിടെ ഇരുത്തി സർവകലാശാല അധികാരികൾ പേപ്പർ നോക്കിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പേപ്പർ നോക്കി ഇന്നവരുടെ മാനസികാവസ്ഥ എന്താണ്? പരീക്ഷാ സമ്മർദ്ദത്തെ പറ്റി ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പരീക്ഷാ സമ്മർദ്ദത്തെക്കാൾ വളരെ വലുതാണ് ഒരു വിദ്യാർത്ഥി നന്നായി പരീക്ഷ പഠിച്ചെഴുതിയിട്ട് അവൻ്റെ റിസൾട്ടിൽ അവൻ തോറ്റുപോയാൽ. ലാഘവത്തോടെ പേപ്പർ നോക്കുന്ന ഒരു വിഭാഗം അധ്യാപകർ ഈ വാല്യുവേഷൻ ക്യാമ്പുകളിൽ പങ്കെടുക്കുകയാണ്. ഈ വാല്യുവേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അധ്യാപകരുടെ മാനസികാവസ്ഥ ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. അധ്യാപകരോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, പക്ഷേ ഈ കാണിക്കുന്നത് തോന്നിയവാസമാണെന്ന് ഇവിടുത്തെ അധ്യാപകർ മനസ്സിലാക്കണം. അവർ ചുവന്ന മഷി കൊണ്ട് വരയ്ക്കുന്നത് അധ്യാപകരോടാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊരു പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ചുമന്ന വര കൊണ്ട് വരയ്ക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയിലാണ്. ഞങ്ങളോട് പല വിദ്യാർത്ഥികൾ സംസാരിച്ചു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. 15 മാർക്കുള്ള essay ഇവിടുത്തെ വിശിഷ്ടരായ അധ്യാപകർ വാല്യുവേഷൻ നടത്തുമ്പോൾ 15 മാർക്കുള്ള essayക്ക് വിശിഷ്ടരായ ഏറ്റവും നല്ല ബിരുദവും ബിരുദാനന്ദ ബിരുദവുമുള്ള അധ്യാപകർ വാല്യുവേഷൻ നടത്തുമ്പോൾ കൊടുക്കുന്ന മാർക്ക് 0. 1.5 പേജ് എഴുതുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന മാർക്ക് 0 മാർക്കാണ്. ആരെ ബോധിപ്പിക്കാനാണ് ഇവർ വാല്യുവേഷൻ നടത്തുന്നത്? ആരെ കാണിക്കാനാണ് ഇവർ വാല്യുവേഷൻ നടത്തുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ വാല്യുവേഷൻ നടത്തുന്നത്? കുട്ടികളുണ്ടെങ്കിലേ യൂണിവേഴ്സിറ്റി ഉള്ളൂ, കുട്ടികളുണ്ടെങ്കിലേ പരീക്ഷയുള്ളൂ, കുട്ടികളുണ്ടെങ്കിലേ അധ്യാപകരുള്ളൂ. അധ്യാപകർ മനസ്സിലാക്കണ്ടേ? അധ്യാപകർ ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ, മുടങ്ങാതെ എല്ലാ മാസവും വലിയ തുക ശമ്പളം വാങ്ങുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകരല്ലേ? എല്ലാ അധ്യാപകരെ അല്ല ഞങ്ങൾ കുറ്റം പറയുന്നത്, എടുത്തു പറയുന്നത് എല്ലാ അധ്യാപകരെ അല്ല. പക്ഷേ കുട്ടികളുടെ ഭാവി കൊണ്ട് അമ്മാനമാടുന്ന അധ്യാപകരോട് ഈ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് അടിവരയിട്ട് SFI പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികളുടെ ഭാവിയിൽ ചുമലമഷി കൊണ്ട് വരയിടുന്ന അധ്യാപകരെ സൂക്ഷിച്ചോ, നിങ്ങളുടെ തൊട്ടുപുറകിൽ കേരളത്തിലെ SFI ഉണ്ടെന്ന് അവരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് തുലാസിലാകാൻ പാടുണ്ടോ? ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഭാവി കുളമാക്കാൻ പാടുണ്ടോ? ശത്രുത
ഈ രാജ്യത്ത് ലോകത്തും യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളും ഇത്ര ശത്രുത ഇല്ലല്ലോ. എന്തിന് ഇത്ര ശത്രുത വിദ്യാർത്ഥികളോട്? എന്തിനിത്ര ശത്രുത? എന്തിനിത്ര ശത്രുതാപരമായ പേപ്പർ നോക്കുന്നത്? ഈ പണി ഇവിടുത്തെ അധ്യാപകർ അവസാനിപ്പിക്കണം. വാല്യുവേഷൻ ക്യാമ്പും അതിന് നേതൃത്വം കൊടുക്കുന്നവർ അവസാനിപ്പിക്കണം. ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BA LLB 6th സെമിസ്റ്റർ പരീക്ഷ ഉൾപ്പെടെ വിവിധ വിദ്യാർത്ഥികൾ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് പേപ്പർ കാണാതാവുന്നത് ഉൾപ്പെടെ ടാഗ് ചെയ്യുന്ന സപ്ലിമെൻ്ററി ആൻസർ ഷീറ്റ് ഇവിടെ സ്കൂട്ടണിക്ക് നോക്കുമ്പോൾ കാണാതാകുന്നത് ഉൾപ്പെടെയുള്ള ഗൗരവമായ വിഷയങ്ങളിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും SFI ആവശ്യപ്പെട്ടു. ആ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് രജിസ്ട്രാർ പറഞ്ഞിരിക്കുകയാണ്. സിൻഡിക്കേറ്റിൽ പ്രധാനപ്പെട്ട അജണ്ടയായി ഈ എക്സാം അട്ടിമറി, വാല്യുവേഷൻ അട്ടിമറി എടുക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ രജിസ്ട്രാർ ഉറപ്പ് തന്നു. ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സർവകലാശാല അധികാരികൾ കൂടിയാണ്. അതിശക്തമായ സമരം വാല്യുവേഷനിൽ കുട്ടികളെ മനഃപൂർവ്വം തോൽപ്പിക്കുന്ന അധ്യാപകർക്കെതിരെ ഞങ്ങൾ നടത്തുകയാണ്. ഒരു ചോദ്യം VCയോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ സർവകലാശാലയ്ക്ക് ഓൺ ഫണ്ടിന് ഒരു പഞ്ഞവുമില്ലല്ലോ, ശമ്പളം വാങ്ങിക്കുന്നതിന് ഇവർക്കാർക്ക് ഒരു പഞ്ഞവുമില്ലല്ലോ. എന്തിനാ ഈ വിദ്യാർത്ഥികളെ പിഴിഞ്ഞ് പൈസ വാങ്ങിക്കുന്നത്? ഇല്ലേ? ഒരു റീവാലുവേഷൻ 820,000 രൂപ റീവാലുവേഷൻ ഫീസായി വാങ്ങിക്കുമ്പോൾ ഈ പൈസ മൊത്തം സർവകലാശാല ഒരുക്കൂട്ടി വെച്ചിരിക്കുക. ആർക്ക് തിന്നാനായി ഈ പൈസ ഒരുക്കൂട്ടി വെച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ ഇവർ ഒരുക്കൂട്ടി വെക്കുന്നത്? ഞങ്ങൾ വളരെ സ്നേഹത്തോടെ പറയുകയാണ്. വലിയ ഡിഗ്രിയുള്ള ആളാണല്ലോ വൈസ് ചാൻസലർ. ഈ പിള്ളേരെ പറ്റിച്ച് പൈസ വാങ്ങിച്ച് വാല്യുവേഷൻ ഫീസ് വാങ്ങിച്ച് പൈസ വാങ്ങിച്ച് പറ്റിക്കുന്ന വിവരം വല്ല പണിക്കും പോയിട്ട് ഈ വൈസ് ചാൻസലർക്ക് ഈ സർവകലാശാല പണമില്ല പൈസ ഉണ്ടത് കൂടെ വല്ല പണിക്കും പോകണം. ഒരു പണിയും സർവകലാശാലയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ലല്ലോ. കേരള സർവകലാശാലയ്ക്ക് വേണ്ടിയോ KUHS വേണ്ടിയോ ഒരു പണിയും വൈസ് ചാൻസലർ ചെയ്യുന്നില്ലല്ലോ. സിൻഡിക്കേറ്റ് കൂടാതിരിക്കുക, സിൻഡിക്കേറ്റുകാരെ കൈകാര്യം ചെയ്യുക, വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുക, വിദ്യാർത്ഥി യൂണിയനെ കൈകാര്യം ചെയ്യുക, ഇങ്ങനെ കുൽസിത പ്രവർത്തനം മാത്രമാണല്ലോ വൈസ് ചാൻസലർ നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ വൈസ് ചാൻസലറോട് അഭ്യർത്ഥിക്കുന്നത് പിള്ളേരെ പറ്റിച്ച് ജീവിക്കാതെ വളരെ ലളിതമായി പറയാം, ഈ പിള്ളേരെ, ഈ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്ന സാധാരണപ്പെട്ട പിള്ളേരെ വാല്യുവേഷൻ ഫീസ്, റീവാല്യുവേഷൻ ഫീസ്, എലിജിബിലിറ്റി ഫീസ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് തിന്നാതെ വല്ല പണിക്കും പോയി ജീവിക്കാൻ ഇവിടുത്തെ വൈസ് ചാൻസലർ തയ്യാറാവണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്.